ഹലോ ഗൈസ്, ഡേവിഡ് ഗെയിമിംഗ് സ്റ്റുഡിയോയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ റൂം ടൂർ എടുത്തായിരുന്നു. ബട്ട് ഈ റൂം ടൂർ ഇതൊരു റൂം ടൂറാട്ടോ. അപ്പോൾ ഞാൻ റൂം ടൂറാണ്. ഇതെന്ന് പറയുന്നത് എൻ്റെ റൂമിന്ന് ജസ്റ്റ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്തതിന് ശേഷമുള്ള വീഡിയോ ആണ്. അത്ര വലിയ കാര്യമായിട്ടൊന്നും അപ്ഗ്രേഡ് ചെയ്തിട്ടില്ല, ചെറിയ അപ്ഗ്രേഡിങ്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോയാലോ. ലെറ്റ്സ് ഗോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളെന്തായാലും അപ്ഗ്രേഡിന് മുന്നേ എൻ്റെ മേശ ഞാൻ കാണിച്ചു തരാം. ശബ്ദമുള്ളതെന്ന് നിങ്ങൾക്കറിയാലോ അല്ലേ? ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ മേശ. ഇതെന്ന് പറയുന്നത് സ്റ്റിക്മാനാണ്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകാൻ വഴിയില്ലത്. ഇത് പുതിയതാണ്. പിന്നെ ഇതത് സ്റ്റിക്മാൻ. ഇത് ഞാൻ ഉണ്ടാക്കിയ എന്താ പറയുക, ഒരു ഹോട്ട് വീൽസിൻ്റെ ഒരു എന്താ പറയുക, പിന്നെ പറയാം, ഹോട്ട് വീൽസിൻ്റെ ഷെഡ് ലൈറ്റ് കത്തുട്ടോ. അത് ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ കാണിച്ചു തരാനാണ് ഇതിൻ്റെ ഡീറ്റെയിൽ ഇൻഫോർമേഷൻസ്. ഇവിടെയാണ് എൻ്റെ കാറിൻ്റെ കളക്ഷൻസ് എന്നൊക്കെ പറയുന്നത്. കൂടുതലും എനിക്ക് സാധാ കാറുകളാണ്. ഹോട്ട് വീൽസ് ആകെ 5 ഉള്ളൂ. ഓക്കെ, ഉള്ളിലിരിക്കുന്ന 3 പിന്നെ ഈ ലംബോർഗിനിയുടെ അപ്പുറത്തിരിക്കുന്ന പച്ചയും പിന്നെ ഇപ്പുറത്തിരിക്കുന്ന പോർഷയുടെ കുട്സനും, പിന്നെ 3 ടീ വാഗനുണ്ട്, വൈറ്റ്, ബ്ലാക്ക്, പിന്നെ ബ്ലൂ. പിന്നെ ഒരു എൻ്റെ പേരെന്താണ്, ഡോഡ്ജ്. ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ഡോഡ്ജാണ്. ഇത് ഏതുവണ്ടിയാണെന്ന് ഞാൻ മറന്നുപോയി. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. ഇതും ഏതുവണ്ടിയാണെന്ന് എനിക്കറിയില്ല. പിന്നെ ഒരു ഫോർഡ് മസ്റ്റാങ്ങിൻ്റെ ഫോട്ടോ ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. പിന്നെ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നൊരു സ്പീക്കറാണ്. ഞാൻ എന്താ പറയുക, പാട്ട് വെക്കാനും പിന്നെ ഗെയിം കളിക്കാറില്ല, ചില സമയത്ത് ഗെയിം കളിക്കുമ്പോൾ ഓണാക്കുന്ന സ്പീക്കറാണ്. ഇതാണ് മെയിൻ സ്പീക്കർ, സൈഡ് സ്പീക്കർ. ഇത് വേറെ സൈഡ് സ്പീക്കർ, ഇത് വേറെ സൈഡ് സ്പീക്കർ. അപ്പോൾ ഇത് ഫുള്ള് ഞാൻ സ്റ്റിക്കർ ഒട്ടിച്ച്, റൂട്ടിൻ്റെ സ്റ്റിക്കർ ആയിട്ട് ഓൺലൈനിൽ നോക്കിയതാണ്. ഫുള്ള് സ്റ്റിക്കർ ഒട്ടിച്ച് മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ എന്ന് പറയുന്നത് എൻ്റെ പ്രിസ്മ 72 ഷേഡ്സ്. പിന്നെ 3 കത്രികയുണ്ട്. ഇത് നിങ്ങൾ 3 കത്രികയെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിലിപ്പോൾ യൂസ് ചെയ്യണത് നടിക്കുന്ന കത്രികയാണ്. സൈഡിലത്തെ 2 എന്ന് പറയുന്നത് ഒരെണ്ണം മുറിച്ചില്ലാത്തത്. ദിസ് ഈസ് ദ വേസ്റ്റ്. എൻ്റെ മമ്മിക്ക് അറിയില്ലായിരുന്നു ഇത് മൂടി വെട്ടണ കത്രികയാണ്. അതും പൊട്ട സാധനം മേടിച്ചിട്ട് വന്നു. ലാസ്റ്റ് പേപ്പർ പോലും മുറിക്കാൻ പറ്റില്ല. പേപ്പർ പൊട്ടെ, എന്നിട്ട് മുടിയോ അതും മുറിക്കാൻ പറ്റില്ല. ഇതിൽ പാട്ട കത്രിക എന്തായാലും അതോടെ ഇരിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ അടിയിൽ 2 ഡ്രോയിങ് ബുക്ക്. പിന്നെ ഞാനൊരു പെറ്റിനെ വാങ്ങി. ഇതാണ് പെറ്റിൻ്റെ ഫോട്ടോ. പേരെന്ന് പറയുന്നത് ഷീറോ. ഷിൻചാനത്തെ ഷീറോ ഇല്ലേ, അതാണ്. കറക്റ്റ് വെള്ള കോപ്പി ചെയ്തുകൊണ്ട് ഞാൻ ഷീറോ എന്ന് പേരിട്ടു, SHERO. പിന്നെ ഇതെന്ന് പറയുന്നത് റൊണാൾഡോയുടെ എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടിയത്. ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ സ്റ്റിക്കറിൻ്റെ ബോക്സാണ്. ഈ നെറൂട്ടൻ്റെ സ്റ്റിക്കറില്ലേ, അതിൻ്റെ ബോക്സ് ഇല്ലിടുന്നില്ല. പിന്നെ ഇതാണ് എൻ്റെ സ്റ്റഡി ടേബിൾ. പക്ഷെ കണ്ട സ്റ്റഡി ടേബിളൊന്നും പറയില്ല. ഇത് സ്കൂളിലത്തെ ന്യൂസ് ബുക്കും പിന്നെ അടിയത്തെ ഡയറി എഴുതണത്, പിന്നെ ഹെഡ്സെറ്റ്, അത്. പിന്നെ ഇവിടെ ഒരു ചെറിയ സ്പീക്കർ ഉണ്ട്. അത് നമ്മള് ചെറിയ പാട്ട് കേൾക്കേണ്ടതാണ്. പിന്നെ ഇവിടെ ഞാൻ സമയം നോക്കാൻ വേണ്ടി ഒരു വാച്ച് നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ സമയം 7:49, സാറ്റർഡേ 26-ാം തീയതി 7-ാം മാസം. അപ്പം എല്ലാവരും മനസ്സിലായാലും ഓക്കെ. പിന്നെ ഞാനൊരു സൈക്കിൾ വെച്ചിട്ട് ഇതിങ്ങനെ പറ്റുന്നത് ഇതില്ലേ, ഞാൻ മൈൻക്രാഫ്റ്റിത്തെ വീക്ക് ഫാമാണ്, ഷുഗർ കേക്കിൻ്റെ ഫാമാണെന്ന് അറിയില്ല. ആ സംഭവമാണ് ഉദ്ദേശിച്ചത്. പക്ഷെ ഫുള്ള് ഉണ്ടാക്കിയിട്ടില്ല, കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ. അതിൻ്റെ വലിയ ഹ്യൂമൻ പാർട്സാണ്. ഇതാണ് എൻ്റെ 2 ടേബിൾ എന്ന് പറയുന്നത്. ഇത് സ്റ്റഡി ടേബിളും ഇത് എൻ്റെ ക്രാഫ്റ്റ് അങ്ങനെ ചെയ്യുന്ന ടേബിളും. പിന്നെ ഇതെൻ്റെ പിയാനോയുടെ സ്റ്റാൻഡാണ്. പിന്നെ ഇത് പറയുന്നത് അന്നത്തെ വീഡിയോയിൽ ഇവിടെ ഫുള്ള് സ്റ്റിക്കർ ഉണ്ടായിരുന്നു. ഇപ്പോൾ സ്റ്റിക്കർ ഫുള്ള് പെയിൻ്റ് അടിച്ചു. അപ്പുറത്തെ സൈഡിൽ പെയിൻ്റ് അടിച്ചു, ഇപ്പുറത്തെ സൈഡിൽ പെയിൻ്റ് അടിച്ചു. ഇവിടെ ഉണ്ടായിരുന്ന ഫോട്ടോ എൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നില്ലേ, അത് എടുത്ത് മാറ്റി ഇപ്പുറത്തെ സൈഡിൽ പെയിൻ്റ് അടിച്ചു. പിന്നെ എന്ന്
വരുന്നത്. ഇതിനുള്ളിൽ ഞാൻ ഒരു ലൈറ്റ് വെച്ചിട്ടുണ്ട് കണ്ടോ. ഇത് ഞാൻ ഓണാക്കിയതിന് ശേഷം കാണിച്ചു തരാം. ഇതാണ് ഞാൻ വെച്ച ലൈറ്റ്. ഇത് ഇരുട്ടത്ത് കാണാൻ കുറച്ചുകൂടി ഭംഗിയുണ്ടാവും. ഇരുട്ടത്ത് കാണിച്ചു തരാം. കണ്ടോ ചേച്ചി, ഇതാണ് ഇരുട്ടത്തുള്ള വ്യൂ എന്ന് പറയുന്നത്. വലിയ രസമൊന്നുമില്ല, എന്നാലും വലിയ രസം അത്ര. പിന്നെ ഇതെൻ്റെ ബെഡ്, പിന്നെ ഇത് ട്രെഡ്മില്ലിയൻ. ഇനി അപ്ഡേറ്റ് ചെയ്ത സാധനങ്ങൾ, ഇവിടെ ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നില്ല. ഇവിടെ എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ ഒരു കബോർഡ് വെച്ചു. പിന്നെ ഇവിടെ 2 ഡ്രോ, അടിയിൽ ചാർട്ടുകളാണ് 5-8 ഉണ്ട്. അടിയിലത്തെ സാധനം ഞാൻ ബോട്ട് ഉണ്ടാക്കാൻ വേണ്ടി വെച്ചതാണ്. അതിൻ്റെ ഒരു വീഡിയോ എന്തായാലും വരുന്നതാണ്. ബോട്ട് ഉണ്ടാക്കണ വീഡിയോ വരുന്ന പറയുമ്പോൾ അന്നത്തെ പോലെ ബോട്ട് ഉണ്ടാക്കിയിട്ട് കാണിക്കുന്ന വീഡിയോ അല്ല കേട്ടോ. ഫുള്ളായിട്ട് അത് ഉണ്ടാക്കുന്ന വീഡിയോ വരും, ഫുള്ളായിട്ട് ഉണ്ടാക്കണത്. പിന്നെ ഒരു സീലിംഗ് ലൈറ്റ് വെച്ചു. പിന്നെ മുകളിൽ കബോർഡ് വെച്ചിട്ടുണ്ടോ. റോഷൻ ഫാബ്രിക്സ് എന്ന് പറഞ്ഞാൽ ഒരു ചേട്ടൻ ചെയ്തു തന്നതാണ്. ഇതൊക്കെ ആ ചേട്ടൻ്റെ കമ്പനിയല്ല, അങ്ങനത്തെ ചെയ്ത് കൊടുക്കണം, മോഡലിഫിക്കേഷനൊക്കെ ചെയ്യാൻ സംഭവം. പിന്നെ ഇതാണ് കബോർഡ് എന്ന് പറയുന്നത്. ഇതാണ് കബോർഡ്. ഈ ഫസ്റ്റത്തെ കബോർഡ്, സെക്കൻഡ് കബോർഡ്. ഇവിടുന്ന് നോക്കുമ്പോൾ സെക്കൻഡ് കബോർഡാണ് എൻ്റെ സാധനങ്ങൾ വരുന്നത്. ബാക്കി ഇവിടെ എൻ്റെ ഡ്രസ്സാണ്. ഞാൻ സെക്കൻഡത്തെ കബോർഡ് കാണിച്ചത്. ഇതാണ് എൻ്റെ സെക്കൻഡ് കബോർഡ്. അത് സ്പോഞ്ച് പീസാണ്. ഇന്ന് ലൈറ്റ് വെച്ചതാണ്. ആ സ്റ്റിക്ക് മാൻ അത് ഇവിടെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എൻ്റെ ഹെഡ്സെറ്റ്, 2 തോക്ക്, പിന്നെ ടേപ്പ്, മറ്റേ ബാഡ്മിൻ്റൺ കളിക്കാനുള്ളത്. പിന്നെ ഞാൻ ചെയ്തതാട്ടോ ഗോലി സ്റ്റാൻഡല്ല, ഗോലി വെക്കാൻ വേണ്ടി വെറുതെ ഉണ്ടാക്കിയ ഒരു സ്റ്റാൻഡ് പോലത്തെ സാധനം. പിന്നെ ഇതുപോലെ ഇറങ്ങില്ല. ഇനി ഇവിടെ ലോക്കർ. പിന്നെ ഇതാണ് എൻ്റെ RC ഗാരേജ് എന്ന് പറയാൻ പറ്റില്ല. എൻ്റെ RC കാറുകൾ വയ്ക്കുന്ന ഒരു സ്ഥലം. കാറ് മാത്രമല്ല, ഡ്രോണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. വലിയ കാര്യമായിട്ട് പറയാനൊന്നുമില്ല, ആകെ 2 സാധനം മാത്രമേ ഉള്ളൂ. 2 കംപ്ലൈൻ്റാണ്. എൻ്റെ ഹോബി ഗ്രേഡ് RC കാറിൻ്റെ അവസ്ഥ നിങ്ങൾക്കറിയാമല്ലോ. ഡ്രോണിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡ്രോണ് എൻ്റെ ബാക്കിങ് നോക്കുമ്പോൾ ഫസ്റ്റത്തെ മോട്ടർ ഇത് കത്തിപ്പോയി. ഞാൻ പറത്തിക്കൊണ്ടിരിക്കുമ്പോൾ ടേക്ക് പറഞ്ഞൊരു ശബ്ദം കേട്ടിട്ട് പട്ടോന്ന് പറഞ്ഞു വീണു. നിങ്ങളോട് ഞാൻ അത് പറഞ്ഞിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇതാണ് ഡ്രിഫ്റ്റിംഗാണ് മറ്റേ ഫോണ്. ഇത് ഡ്രോണിൻ്റെ ബാറ്ററി ചാർജ് ചെയ്യുന്നത്, ഡ്രിഫ്റ്റിംഗാറിൻ്റെ ചാർജ് ചെയ്യുന്നത്, പിന്നെ എന്തൊരു സാധനം ചാർജ് ചെയ്യുന്നത്. പിന്നെ അവിടെ ഇരിക്കുന്ന ഒരു കുഞ്ഞു ബോക്സിലാണ് സ്റ്റിക്ക് മാൻ്റെ കാര്യം വരുന്നത്. ഇത് ഡ്രോണിൻ്റെ ഇങ്ങോട്ട്. ഇത് എൻ്റെ ഹോബി ഡ്രിഫ്റ്റിംഗാറിൻ്റെ ആ 4.4 GHz എന്ന് പറയുന്നത് പണ്ടത്തെ മോൺസ്റ്ററിൻ്റെയാണ്. അപ്പോൾ ഇത്രയുള്ളൂ ഈ കബോർഡ്. പിന്നെ ഇവിടെ മുകളിൽ സീലിംഗ് ചെയ്തു. പിന്നെ പച്ച പെയിൻ്റ് അടിച്ചത് നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ ഇങ്ങനത്തെ ഒരു സാധനം വെച്ചു. പിന്നെ ഇവിടെ അവിടെ സാധനം നേരത്തെ ഉണ്ടായിരുന്നു. പിന്നെ സീലിംഗ് അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ 4 സ്വിച്ചും ലൈറ്റിൻ്റെയാണ്. ഇപ്പോൾ ഒരെണ്ണം രണ്ടാമത്തെ ഇട്ടു. രണ്ടാമത്തേന്ന് പറയുന്നത് അവിടുത്തെ. പിന്നെ മൂന്നാമത്തെ എന്ന് പറയുന്നത് ഈ ഗ്യാപ്പിൽ കൂടെ ഉള്ളത്. ഗ്യാപ്പിൽ കൂടെ 4ാമത്തെ ആ 4ാമത്തെ ട്യൂബിലേക്ക് ഞാൻ തന്നെ വന്നു. ഞാൻ കൂടുതലുള്ളത് ഈ ലൈറ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എൻ്റെ ശബ്ദത്തിന് അങ്ങനെ കുഴപ്പമെങ്കിൽ പറയാം. അതാണ് ഞാൻ മൈക്ക് യൂസ് ചെയ്യുന്നത്. ചിലപ്പോൾ ഫോണിൻ്റെ കുറേ ക്ലാരിറ്റി കുറവാണ്. ഇപ്പോൾ ഫോണിൽ തീരെ സ്പേസിലായിട്ട് തന്നെ ഓഡിയോ വീഡിയോയ്ക്കൊക്കെ ക്ലാരിറ്റി ഉണ്ടാവില്ല. അപ്പോൾ അതൊന്ന് ക്ഷമിക്കുക. പിന്നെ എൻ്റെ ശബ്ദത്തിന് എന്തെങ്കിലും ഇത്തിരി താഴെ വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പറയാം. പിന്നെ ഭയങ്കര ശബ്ദം കൂടി പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്ന വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക.